ക്യാൻസർ എന്ന പരീക്ഷ വിജയിച്ച മനുഷ്യരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവരെയൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിരുന്നു എങ്കിൽ ഇവരോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നില്ലേ? അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാരത്തോൺ ഓട്ടക്കാരി ലക്ഷ്മി നായർ നമുക്കൊപ്പം ചേരുകയാണ് മുംബൈയിൽ നിന്ന്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ദേശീയ ക്യാൻസർ അവബോധ ദിനത്തിൽ ലക്ഷ്മിയെ നമ്മുടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ ഏറെ അഭിമാനത്തോടെ കാണുകയാണ്. ലക്ഷ്മി, പറയൂ, എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ചത് എന്നത്? ആ കഥ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യം അറിയാൻ ആഗ്രഹമുണ്ടാവും. മാർച്ച് 2024 എൻ്റെ ഡയഗ്നോസിസ് ആയത്. അതിനു മുമ്പ് ഞാൻ കുറെ ഓടാറുണ്ട്. ഓടി ഓടി എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ ചേഞ്ച് ആയി ഞാൻ നോട്ടീസ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഡോക്ടർ ഒന്നും കേട്ടില്ല, കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ, ഇത്ര എങ്ങനെയാ ഓടണേ, ക്യാൻസർ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഓടാറില്ല, അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ. പക്ഷെ ഒരു ഡോക്ടർ, ഒരു ഹീമറ്റോളജിസ്റ്റ് പറഞ്ഞു ബോൺ മാരോ ബയോപ്സി എടുക്കണം. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഒറ്റയ്ക്കാണ് പോയത്. ഞാനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തെങ്കിലും സംഭവിക്കുമെന്ന്. എന്നിട്ട് ആ ദിവസത്തിന്ന് അഡ്മിറ്റ് 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 35 years ഏജിൽ എനിക്ക് ക്യാൻസർ ആയി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, മൂവീസിൽ കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. അപ്പൊ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു സംഭവിച്ചത്. എല്ലാവർക്കും ഇത്തരത്തിലൊരു ഷോക്ക് കിട്ടുന്ന സമയത്ത് അധികം മനുഷ്യരും മാനസികമായി വളരെ താഴേക്ക് പോകാറാണുള്ളത്. അതങ്ങനെ അറിഞ്ഞ നിമിഷം ആ ഷോക്കിനെ അതിജീവിക്കാൻ തൊട്ടടുത്ത നിമിഷം സ്വാഭാവികമായും ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു മുൻകരുതൽ എന്നോണം, അല്ലെങ്കിൽ ഇനി ഞാനിതിനെ എങ്ങനെ മറികടക്കും എന്നൊരു കാര്യം പെട്ടെന്ന് രൂപപ്പെട്ട് വന്നില്ലേ? അതെ, ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ ക്യാൻസർ ഭയങ്കര ഒരു ഡെത്ത് സെന്റൻസ് ആണെന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ ഒരു ക്രോണിക് കണ്ടീഷൻ ആയിട്ടാണ് എൻ്റെ ലൈഫിൽ വന്നത്. മരണമുണ്ടാകുന്ന ഇങ്ങനെ ഓൾമോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ ട്രീറ്റ്മെന്റിൽ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ഫിസിക്കൽ കണ്ടീഷൻ. മുടിയൊക്കെ പോകും, നടക്കാൻ പോലും പാടാണ്. ആ ഫിസിക്കാലിറ്റി ഡീൽ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇനിയും ഇപ്പോഴും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോ ഇത് താങ്ങി നിൽക്കാൻ എന്താ ചെയ്യാൻ പറ്റണേ? ഞാനും വിചാരിച്ചു, വാട്ട് ഡു ഐ നീഡ്, ഞാൻ എന്ത് ചെയ്യും ടു മേക്ക് മൈ സെൽഫ് ഹാപ്പി? ഇതിങ്ങനെ താങ്ങണമല്ലോ. അപ്പൊ അതിന് ഞാൻ വിചാരിച്ചു, ഓട്ടം എനിക്ക് ഇഷ്ടമാണല്ലോ, ഞാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരുന്നാൽ എനിക്ക് ആ ഹാപ്പിനെസ് കിട്ടൂല, ആ സ്പീഡ് ഉണ്ടായിരിക്കില്ല, പക്ഷെ എൻ്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ക്യാരി ചെയ്യും. പിന്നെ എൻ്റെ മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അതുകൊണ്ട് ഇങ്ങനെ കീപ് മൂവിങ് ഓൺ. ആ സെയിം സാധനം എൻ്റെ ട്രീറ്റ്മെന്റിലും എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് സമ്മാനങ്ങൾ നേടി പിന്നീട് വേഗത്തിലല്ലെങ്കിലും എനിക്ക് ഓടാൻ കഴിയുമെന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ മാനസിക വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയോ ലക്ഷ്മിക്കത്? എനിക്ക് കേൾക്കാൻ വയ്യ, ശരിക്കും ക്വസ്റ്റ്യൻ കേട്ടില്ല. കായിക മത്സരങ്ങളിൽ വലിയ വിജയങ്ങളൊക്കെ നേടിയിരുന്നു ലക്ഷ്മി. അതിനുശേഷം മാരത്തോണിൽ ഈ രോഗവുമായി മുന്നേറുന്ന സമയത്ത് വേഗത്തിലല്ലെങ്കിലും ഓടാൻ കഴിയും എന്നത് മാത്രമായി മാറുമ്പോൾ വിഷമം തോന്നിയിരുന്നോ? പൊരുത്തപ്പെടാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അതെ, ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ഈ കൊച്ചിയിൽ ഓടുന്നതിന് മുമ്പ് ആക്ച്വലി എനിക്ക് അതിന് മുമ്പ് വേറൊരു മാരത്തോൺ ഓടണമായിരുന്നു പ്ലാൻ. പക്ഷെ ട്രീറ്റ്മെന്റ് കാരണം എനിക്ക് മെനോപോസ് കാരണം എൻ്റെ ബോൺസ് ഇത്തിരി വീക്കായി. അപ്പൊ അതിന് മുമ്പുള്ള മാരത്തോണിന് മുമ്പ് എൻ്റെ കൈ ബ്രേക്കായി. അപ്പൊ ആ മാരത്തോൺ ഓടാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഒരു ലങ് ഇൻഫെക്ഷൻ ആയി. അപ്പൊ അങ്ങനെ ഒരു ഈസി ജേർണി ആയിരുന്നില്ല. ബിക്കോസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി കുറയും, ബോഡി അത്ര സ്ട്രോങ് അല്ല. അതൊക്കെ താങ്ങി നിന്ന് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കിത് ഓടണം, എങ്ങനെയെങ്കിലും എത്തണം. അപ്പൊ അങ്ങനെ വിചാരിച്ച് ഞാൻ പോയി. അച്ഛനും അമ്മയും പറഞ്ഞു, കുറെ സ്ട്രെസ് ചെയ്യണ്ട, നിനക്ക് ടയേർഡ് ആയ നീ നിന്നോ. പക്ഷെ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സ്റ്റാർട്ട് ലൈനിൽ എത്തിയപ്പോ ഞാൻ വിചാരിച്ചു, എന്തായാലും ഞാൻ ഇവിടെ എത്തിയില്ലേ, ഞാനിവിടെ അലൈവ് അല്ലേ, അപ്പൊ ഓടി ഇതൊരു സെലിബ്രേഷൻ ആയിട്ട് കണക്കാക്കണം. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതെല്ലാം ഞാൻ മറന്നു. അതാണ് എൻ്റെ റിമൈൻഡർ, ഇതിലല്ലേ ഞാൻ ജീവിച്ചിരിക്കണേ, അപ്പൊ ജീവിച്ചിരിക്കുകയാണ് സെലിബ്രേഷൻ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ ദക്ഷിണാഫ്രിക്കയിലെ കോംറേഡ് മാരത്തണിൽ പങ്കെടുക്കാൻ സാധിച്ചോ? ഇല്ല, ഇപ്പൊ 2027 ചെയ്യണമെന്ന് എന്റെ ഒരു ഡ്രീമാണ്. അതിനുവേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഹാഫ് മാരത്തോൺ കഴിഞ്ഞു, അടുത്ത വർഷം മാരത്തോൺ ഓടണം. അത് കഴിഞ്ഞിട്ട് 2027 കോംറേഡ്സ് ഓടണം. അത് എന്റെ ഒരു ഡ്രീമാണ്. മറ്റേതെങ്കിലും കായിക ഇനങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നോ, അതോ ഈ ഓട്ടം തന്നെ ആയിരുന്നു തുടക്കത്തിലെ ലക്ഷ്മിക്ക് ഇഷ്ടം? സോറി, ഇപ്പൊ ക്വസ്റ്റ്യൻ ഫുൾ കേട്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും കായിക ഇനങ്ങളിൽ നേരത്തെ പങ്കെടുത്തിരുന്നോ, അതോ ഓട്ടം തന്നെ ആയിരുന്നോ ചെറുപ്പം മുതലേ ഇഷ്ടം? ഇല്ല, ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു. പിന്നെ ഗേൾസ് ഒക്കെ സ്പോർട്സിൽ ഒരു സാധനം ചെയ്ത സ്കൂളിലെ എല്ലാത്തിലും ഇടുമല്ലോ. അപ്പൊ ഞാൻ ഹാൻഡ് ബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് എല്ലാം കളിച്ചിട്ടുണ്ട്. കുറെ സാധനങ്ങൾ കളിച്ചിട്ടുണ്ട്. മാരത്തൺ ആണ് സ്വന്തം ഇനമെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? 2013 ഞാൻ മുംബൈയിൽ എത്തിയപ്പോ ഇവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഓട്ടം തനിയെ ചെയ്യാമല്ലോ, റോഡിൽ പോയി വെറുതെ തനിയെ ഓടാമല്ലോ. അങ്ങനെ വെറുതെ ഞാൻ ഓടാൻ തുടങ്ങി. ഇവിടെ വന്നപ്പോഴാണ് ഏറ്റവും ആദ്യം അറിയുന്നത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ഇവിടെ ടാറ്റ മുംബൈ മാരത്തോൺ എന്ന് പറഞ്ഞൊരു റേസ് ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ വിചാരിച്ചു ട്രൈ ചെയ്യാം. അത് ട്രൈ ചെയ്തപ്പോ ആദ്യത്തെ പ്രാവശ്യം നല്ല ടൈമിങ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു അഡിക്റ്റ് പോലെയായി. ഇപ്പൊ ഓട്ടം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇനി ലക്ഷ്മിയുടെ വിദ്യാഭ്യാസം, ജോലി, കുടുംബം, അങ്ങനെ ഇതൊക്കെ കൂടി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? അതെ, ജോലി ഞാൻ എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്തില് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യും. അത് ഞാൻ മുംബൈയിൽ ആക്ച്വലി വന്നത് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനാണ്. ഞാൻ ഇവിടെ ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോൺ പ്രോഫിറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുടുംബത്തില് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഒരു പട്ടിയുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയുണ്ട്. ഞാൻ ഒറ്റക്കുട്ടിയാണ് അച്ഛനും അമ്മയുടെ. ഈ ക്യാൻസർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായി തളർന്നു പോകുന്ന നിരവധി പേരാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. ചികിത്സകൾ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് പലർക്കും ധാരണയില്ലാതെയും പോകുന്നുണ്ട്. ഇങ്ങനെയുള്ളവരോട് എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത്? എന്റെ ക്യാൻസർ ഡയഗ്നോസ് ആയിരുന്നപ്പോ 20 to 30% സർവൈവൽ റേറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം 5 yearsനുള്ളിൽ 20-30% ചാൻസേ ഉള്ളൂ ജീവിച്ചിരിക്കാൻ. ആ പെർസെൻറ്റേജ് കേൾക്കുമ്പോ അങ്ങനെ ഒരു ഫീലിംഗ്. ഓൾറെഡി ഞാൻ എൻ്റെ 2 years ആവാൻ പോണു മാർച്ചില്. അപ്പൊ ഞാനിപ്പോ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ പെർസെൻറ്റേജ് അത് എന്ത് സംഭവിക്കും അതൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പിന്നെ അതിനൊരു എൻഡില്ല. നെക്സ്റ്റ് മൊമെന്റ് എങ്ങനെ ഞാൻ പോണു, അതിൽ ഞാൻ ഹാപ്പി ആയിട്ട് എങ്ങനെയാ പോവാൻ പറ്റുന്നേ, അത് വിചാരിച്ചാ ഇത് പോയിക്കോളും. എന്നെ എന്താണ് സന്തോഷിപ്പിക്കുന്നത് അതിനെ ഒന്ന് അടുത്ത് വെക്കണം, അത് എഴുതി വെക്കണം ഫ്രണ്ടില്. അത് ചെയ്തുകൊണ്ടിരിക്കണം. അതേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കൺട്രോളിലില്ല. ഒരുപാട് സന്തോഷം ലക്ഷ്മി. അഭിനന്ദനവും ആശംസയും ഒക്കെ നേരുകയാണ്. ഇനിയും ഒരുപാട് മാരത്തൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിയാവാൻ കഴിയട്ടെ. പങ്കെടുക്കുക എന്ന ആ ഒരൊറ്റ സ്പിരിറ്റ്, അതിൽ മുന്നോട്ട് പോകട്ടെ. ഈ രോഗത്തെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും മാനസികമായും ശാരീരികമായും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ലക്ഷ്മി. താങ്ക് യു.